ഹലോ, എല്ലാവർക്കും സ്വാഗതം. കുട്ടു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും ജോലി ഒതുങ്ങി കാണും. അന്നേരം എൻ്റെ ജോലി തുടങ്ങുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ശകലം ചിക്കൻ വേവിക്കാൻ പോവാം. അത് കഴുകി വൃത്തിയാക്കി മുളക് പൊടി, മല്ലിപ്പൊടി, ശകലം മസാല, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ ഇതെല്ലാം പുരട്ടി നാരങ്ങ ഇതൊക്കെ ഒഴിച്ച് പുരട്ടി ഇങ്ങനെ വെച്ചിരിക്കുക. അത് എന്നിട്ട് ഈ ഉള്ളി ഒന്ന് വറുത്ത് പോകണം. ഉള്ളി വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് കോരിയിട്ട് പിന്നീട് അത് കുക്കറിനകത്താണ് ശരിയാക്കുന്നത്. ഒരു ചെറിയ ഉള്ളി ഒരു 5 എണ്ണം ചെറുതാണ്. അതൊന്ന് വറുത്ത് പോകണം. വറുത്ത് വെച്ച് അതിൽ ഉപ്പും കൊടുത്ത് കൊടുക്കാം. എങ്ങനെ പറഞ്ഞു ഇതിപ്പോൾ ഇത്രയും വാടിയിട്ടുണ്ട്. വാടിയത് ഞാൻ കോരി മാറ്റി വെച്ചിട്ട് കുക്കറിനകത്തോട്ട് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കി ഇറച്ചിയിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതുകൂടി ഇട്ട് അടച്ച് കുക്കറിനകത്ത് റെഡിയായിരിക്കും. ഓക്കെ. ഇതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് ഇട്ട് കൊടുക്കും. കറുകപ്പട്ട ഇത്രയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇനി ഇതിനകത്ത് ഞാൻ നല്ല ഇഞ്ചി, വെളുത്തുള്ളി, അതിലും 3 പച്ചമുളക്. ഭയങ്കര എരിവുള്ള മുളകാണ്, അതുകൊണ്ട് അത്രയും മുളക് മതി. നല്ലപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടി കുറച്ച്, ഇട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ കുക്കറിനകത്ത് ഒന്ന് പെരുന്ന് വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളിയും കുരുമുളകും മസാലപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കണം. ഇറച്ചിക്ക് ഉപ്പ് ഇട്ടതായി, ഇതിൽ ഇച്ചിരി ഉപ്പ് കൂടെ വേണം. ഒരു 1/2 സ്പൂണും കൂടി ഇട്ടാൽ മതി. മസാലപ്പൊടി ഇട്ടത് തക്കാളി ചോറ്
വെള്ളം ശകലം ഗ്രേവി വേണം. ഇത് അടച്ച് ഒരു വിസിൽ വരട്ടെ. ഒന്ന് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. രണ്ട് വിസിൽ വന്നിട്ടുണ്ട്. അത് ഓഫാക്കാം. ഇതിൻ്റെ ഗ്യാസ് എല്ലാം പോയിട്ടുണ്ട്. തുറന്ന് നോക്കുക. ഇനി ഇത് ചീനിച്ചട്ടിയിലോട്ട് മാറ്റും. ഒന്നുകൂടെ ചീനിച്ചട്ടി വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്തിട്ട് റെഡിയാകും. ഇത് റെഡിയായിരിക്കുക. ഒന്നുകൂടെ ഒന്ന് കുക്കായാൽ മതി. ഒരു ശകലം കുരുമുളകിൻ്റെ കുറവുണ്ട്. ശകലം മല്ലിയെല്ലാം ഇടുക. മുമ്പേ ഇട്ടതാ, ശകലം കൂടി ഇടുക ഒരു ഭംഗിക്ക് വേണ്ടി. ഇട്ട് ഇത് റെഡിയായിട്ടുണ്ട്. സമയം ഇത്രയായി. താമസിച്ച് നിങ്ങളെല്ലാം ഊണ് കഴിഞ്ഞ് കാണും. കഴിഞ്ഞവർ കാണും. ഞങ്ങൾ ഈ ഉണ്ണണം. അടുത്ത വീഡിയോയിൽ കാണാം. ശരി.